റാപ്പർ വേടനെ അധിക്ഷേപിച്ച് ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല. പൊതുജന മധ്യത്തിൽ അധിക്ഷേപ പരാമർശവും അസഭ്യവും ശശികല പറയുകയായിരുന്നു. റാപ്പ് സംഗീതത്തിന് SC/ST വിഭാഗവുമായി പുലബന്ധമില്ല എന്നും വേടന്മാരുടെ തുണിയില്ലാ ചട്ടങ്ങൾക്ക് മുൻപിൽ സമാജം അപമാനിക്കപ്പെട്ടുവെന്നും KP ശശികല പറയുകയായിരുന്നു. വേടന് മുൻപിൽ ആഴിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞ് നടക്കുന്ന സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി എന്നും ഭരണകൂടത്തിന് മുമ്പിൽ അപേക്ഷിക്കുകയല്ല ആജ്ഞാപിക്കുകയാണ് എന്നും KP ശശികല പൊട്ടിത്തെറിക്കുകയായിരുന്നു. പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച പരിപാടിയിലാണ് വേടനെ അധിക്ഷേപിച്ച് KP ശശികല രംഗത്ത് വന്നത്. റാപ്പ് ഗായകൻ ഹിരൺദാസ് മുരളി എന്ന വേടനെതിരായ RSS നേതാവ് വിദ്വേഷ പ്രസംഗം നടത്തിയിരുന്നത് വലിയ വിവാദമായിരുന്നു. അതിന് പിന്നാലെ BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിൽ പ്രതികാര നടപടിയുമായി രംഗത്ത് വരികയായിരുന്നു. കഞ്ചാവ് ഓളികൾ പറയുന്നതേ കേൾക്കൂ എന്ന നിലപാട് ഭരണകൂടം മാറ്റണമെന്ന് വേടനെ അധിക്ഷേപിച്ചുകൊണ്ട് KP ശശികല പറയുകയായിരുന്നു. റാപ്പ് സംഗീതമാണോ പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും തനതായ കലാരൂപം? ഇന്ന് വേടന്മാരുടെ തുണിയില്ലാ ചാട്ടങ്ങൾക്ക് മുന്നിലാണ് സമൂഹം അപമാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് സാധാരണക്കാരന് പറയാനുള്ളത് കേൾക്കണം. കഞ്ചാവ് ഓളികൾ പറയുന്നതേ കേൾക്കൂ എന്ന നിലപാട് ഭരണകൂടം മാറ്റണമെന്നാണ് KP ശശികല പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പട്ടികജാതി വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഒരു പരിപാടി നടത്തുമ്പോൾ ആ വിഭാഗവുമായി ബന്ധപ്പെട്ട കലാരൂപത്തെയല്ലേ അവിടെ അവതരിപ്പിക്കേണ്ടത് എന്നാണ് ശശികല ചോദിക്കുന്നത്. പാലക്കാട് നടന്ന വേടന്റെ പരിപാടിയെ മുൻനിർത്തിയായിരുന്നു ശശികലയുടെ ഈ വിവാദ പരാമർശം. പട്ടികജാതി വിഭാഗത്തെ വിഘടനവാദത്തിലേക്ക് തള്ളിവിടാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും KP ശശികല ആരോപിക്കുകയാണ്. വേടന് മുൻപിൽ ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിരാമന്മാരെ ചാടിക്കളിപ്പിക്കുകയും ചുടുചോറ് മാന്തിപ്പിക്കുകയും ചെയ്യുന്ന ഇത്തരം സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായെന്നും KP ശശികല പറയുകയാണ്. ഭരണകൂടത്തിന് മുൻപിൽ കെഞ്ചാനല്ല ആജ്ഞാപിക്കാൻ വേണ്ടി തന്നെയാണ് ഹിന്ദു ഐക്യവേദി വന്നിരിക്കുന്നതെന്നും ഹിന്ദു ഐക്യവേദി നേതാവ് ഭീഷണി മുഴക്കി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വേടനെ ലക്ഷ്യമിട്ട് RSS നേതാക്കൾ വിദ്വേഷവും അധിക്ഷേപപരവുമായ പരാമർശങ്ങൾ നടത്തുകയാണ്. വേടൻ എന്ന കലാകാരന്റെ പിന്നിൽ ശക്തരായ സ്പോൺസർമാരുണ്ട് എന്നും വേടന്റെ പാട്ടെന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ വളർന്നു വരുന്ന തലമുറയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാപവസ്ത്രമാണ് എന്നും കേസരി മുഖപത്രാധിപനും RSS നേതാവുമായ NR മധു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൂക്ഷ്മമായി പഠിച്ചാൽ ഈ രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കണ്ടു കഴിയുന്ന തമോമയ ശക്തികൾ വേടന് പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കാമെന്നും NR മധു ആരോപിച്ച കാര്യമാണ്. തുടർന്ന് DYFI കൊല്ലം ജില്ലാ സെക്രട്ടറി നൽകിയ പരാതി NR മധുവിനെതിരെ BNS സെക്ഷൻ 192 പ്രകാരം കേസെടുക്കുകയായിരുന്നു. ഇതിനു പുറമെ പാലക്കാട് കോട്ട മൈതാനത്ത് നടന്ന പരിപാടിയിൽ നിയന്ത്രണാതീതമായ തിരക്കുണ്ടായതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളിൽ BJP ഭരണത്തിലിരിക്കുന്ന പാലക്കാട് നഗരസഭ വേടനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. കഞ്ചാവ് കേസിൽ പ്രതിയായ ഒരാളെ മാത്രമേ പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ സർക്കാരിന് കഴിവുള്ളൂ എന്നാണ് നഗരസഭ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പരിപാടിക്കിടെ പൊതുമുതൽ നശിപ്പിച്ചെന്ന് ചൂണ്ടിക്കാട്ടി നടപടി എടുക്കാനും നഗരസഭ തീരുമാനിക്കുകയായിരുന്നു.